കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിലൂടെ ഡോക്ടറായി മകൻ എത്തും എന്ന ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് തകർന്നത്. നിതിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ജാതി അധിക്ഷേപം ഉൾപ്പെടെ നടത്തിയെന്ന ആരോപണങ്ങൾക്ക് വിധേയരായ അധ്യാപകർക്കെതിരെ കേസെടുത്തിട്ടുമുണ്ട്. സഹപാഠികളുടെ മൊഴിയും രേഖപ്പെടുത്തി. എന്നാൽ ലോൺ ആപ്പിൽ നിന്നുള്ള കടത്തിന്റെ കുടിശ്ശികയെ തുടർന്ന് ഉണ്ടായ ഭീഷണിയും പോലീസ് സംശയിക്കുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കണ്ണൂരിലെ അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നും വിദ്യാർത്ഥിയായ നിതിൻ രാജ് ചാടി മരിച്ചത്. മരണത്തെ തുടർന്ന് കുടുംബം ആരോപിക്കുന്നത് വിദ്യാർത്ഥിയായ നിതിൻ രാജ് നിരവധി അധിക്ഷേപങ്ങൾക്കിരയായെന്നാണ്. അധ്യാപകരടക്കം നിരവധി പേർ പലതവണ അവിടുത്തെ വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നും മാനസികമായി പീഡിപ്പിക്കുന്നുണ്ടെന്നും പരാതികളുണ്ട്. വിദ്യാർത്ഥികളെല്ലാം ശക്തമായ രീതിയിൽ ഇപ്പോൾ ഒരു അധ്യാപകനെതിരെ പ്രതികരിക്കുകയാണ്. ഡോക്ടർ റാം എന്ന മേധാവിയായ ആ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിയായ ഒരു അധ്യാപകനെതിരെയാണ് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. ഈ സാഹചര്യത്തിൽ കൂടുതൽ തെളിവുകൾ വിദ്യാർത്ഥികൾ നിരത്തുകയാണ്. പലതവണ നിതിൻ രാജിനെ അധിക്ഷേപിച്ചിട്ടുണ്ട്. ജാതീയമായ അധിക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം നിറത്തിൻ്റെ പേരിലുള്ള അധിക്ഷേപം, അതിനെല്ലാം ഉപരി പരീക്ഷാ പേപ്പറുകൾ വലിച്ചെറിയുക, മറ്റു വിദ്യാർത്ഥികൾക്ക് അത് വായിക്കാൻ കൊടുത്ത് ചിരിപ്പിക്കുക, ഇങ്ങനെയുള്ള പല വിനോദങ്ങളും ഇയാൾ ചെയ്തിരുന്നു. മുൻപ് ഇയാളുടെ ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾക്ക് വലിയ രീതിയിലുള്ള പരാതി നേരിട്ടിരുന്നു. ഇതൊന്നും കാര്യമായി മാനേജ്മെൻറ്റ് ഏറ്റെടുത്തിട്ടില്ല. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരന്തരം പീഡനമാണ് ഉണ്ടായതെന്നാണ് കുടുംബവും കുട്ടികളും വിദ്യാർത്ഥികളെല്ലാം ആരോപിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ നിതിൻ രാജ് ഈ മരണത്തിന് കീഴടങ്ങാൻ ഇതൊരു കാരണമായോ എന്ന് പോലീസ് സംശയിക്കുകയാണ്. കാരണം ഈ സംഭവങ്ങൾക്കെല്ലാം ചുവടെ നിന്നുകൊണ്ട് തന്നെ നിതിൻ രാജിൻ്റെ ശബ്ദ സന്ദേശം ഉണ്ടായിരുന്നു. അതായത് എന്തൊക്കെ സംഭവിച്ചാലും താൻ ഈ കോഴ്സ് പൂർത്തിയാക്കും, ഡോക്ടറായി വരും, ഡെൻറ്റിസ്റ്റായി പുറത്തു വരുമെന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാകുന്നുണ്ട്. ഒരു അധ്യാപകൻ്റെ പിന്തുണ കൂടി ലഭിച്ചിരുന്നുവെന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ നിതിൻ രാജ് ഈ അധിക്ഷേപം നേരിട്ടത് സഹിക്കാൻ വയ്യാതെയാണ് ജീവനൊടുക്കിയതെന്നാണ് കുടുംബം പറയുന്നത്. ഇത് കൊലക്കുറ്റത്തിന് തുല്യമാണ് എന്നുള്ള ആരോപണങ്ങളും ഉയർന്നു വരികയാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ തന്നെ ഈ മരണം നടന്നപ്പോൾ നിതിൻ രാജിൻ്റെ കുടുംബത്തെ കാണാനായി കോളേജ് അധികൃതർ എത്തിയിരുന്നില്ല. ആരും വേണ്ട രീതിയിലുള്ള ഒരു പിന്തുണ നൽകിയില്ല. ആശ്വസിപ്പിക്കാൻ പോലും ആരും ഉണ്ടായില്ല. ഇതെല്ലാം വളരെ തെറ്റായ ഒരു നിലപാടാണെന്ന് രാഷ്ട്രീയ നേതാക്കളടക്കം പറഞ്ഞിരുന്നു. രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും പലരും ഈ നിതിൻ രാജിൻ്റെ കുടുംബത്തെ ഒന്ന് കണ്ടിരുന്നു. വീടില്ലാത്ത നിതിൻ രാജിന് ഒരു വീട് വെച്ചു കൊടുക്കാനുള്ള തീരുമാനം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായ നടപടികൾ സ്വീകരിക്കാനും ഒപ്പം ഏത് തരത്തിലുള്ള ഒരു നിലപാടെടുത്തായാലും നിതിൻ രാജിന് നീതി നേടിക്കൊടുക്കുമെന്നും രാഷ്ട്രീയ പ്രമുഖരൊക്കെയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ മുൻപ് ഇതേപോലെ സമാന അവസ്ഥയിൽ അല്ലെങ്കിൽ പോലും കോളേജിൽ നിന്നും ജീവൻ നഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾ അവിടെ എത്തിയിരുന്നു. ഈ മരണത്തിനെത്തിയിരുന്നു. അവിടെയും ഈ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ അധ്യാപകർക്കെതിരെ ഉണ്ടാകുന്നത് ഒരു പുകമറ മാത്രമാണെന്ന് സൂചിപ്പിച്ചിരുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുമെല്ലാം നിലനിൽക്കുകയാണ്. അധ്യാപകനെ സസ്പെൻഡ് ചെയ്തുള്ള നടപടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു, ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നു. എന്നാൽ പിന്നീടും അന്വേഷണം നടക്കുകയാണ്. പക്ഷേ അതേസമയമെല്ലാം ഈ അധ്യാപകനായ റാം ഇത് വലിയ രീതിയിലുള്ളൊരു കുറ്റബോധം ഉണ്ടാകുന്നുണ്ടോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒപ്പമുള്ള ഒരു അധ്യാപകയെ കൂടി ഇത് നിലപാടിലൂടെ തന്നെ കോളേജ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ അസോസിയേറ്റ് പ്രൊഫസർ സംഗീതയാണ്. എന്നാൽ ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഇനി കൂടുതൽ അന്വേഷണം എങ്ങനെയാണ് എന്ന് കണ്ട് അറിയേണ്ടതുണ്ട്. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘത്തെ അടക്കം രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം പുരോഗമിക്കുകയാണ്. അതേസമയം തന്നെ പോലീസ് മറ്റൊരു സംശയം കൂടി നിലനിർത്തുന്നുണ്ട്. അതായത് ഈ നിതിൻ രാജ് ലോൺ ആപ്പുകളിൽ നിന്ന് കടമെടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം. കാരണം അവരിൽ നിന്നുള്ള ഭീഷണി സന്ദേശങ്ങളും കോളുകളും വന്നതായി പ്രാഥമിക വിലയിരുത്തലുണ്ട്. നിതിൻ രാജിന് നീതി ലഭിക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ് എന്ന് പറയുമ്പോഴും അതിനായുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് തന്നെയാണ് കരുതുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.